നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മളെല്ലാവരും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. നമുക്കൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആവും. ഇനി ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നില്ലെങ്കിലും നമ്മളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫേസ്ബുക്കിൽ നമ്മൾ ഡാറ്റകൾ ചോർത്തുന്ന ഒരു സെറ്റിങ്സ് ഉണ്ട്. അതായത് ഞാൻ കാണിച്ചു തരാം. ആ സെറ്റിങ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ആപ്പുകൾ ഉപയോഗിച്ചു, ഏതൊക്കെ ഫീച്ചറുകൾ ഉപയോഗിച്ചു, നമ്മുടെ മൊബൈൽ ഫോൺ ഏതൊക്കെ സമയത്ത് നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതും നമ്മുടെ ഡാറ്റകളൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു സെറ്റിങ്സ് ഉണ്ട് ഫേസ്ബുക്കിനകത്ത്. ഏതാണ് സെറ്റിങ്സ് നോക്കാം, അതെങ്ങനെ ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും മൊബൈൽ ഫോണിൻ്റെ സെക്യൂരിറ്റി ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. തീർച്ചയായിട്ടും ഈ സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്ത് വെക്കണം. നമ്മുടെ ഡാറ്റ ഫേസ്ബുക്കിന് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ആ സെറ്റിങ്സ് എങ്ങനെ നോക്കാം, അതിനുവേണ്ടി ഞാൻ ആദ്യം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫേസ്ബുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. ഈ പ്രൊഫൈലിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ ഏറ്റവും മുകളിൽ സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ സെറ്റിങ്സ് ഓപ്പൺ ആയി വരും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് റീസെൻ്റ്ലി ആക്ടിവിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ ഈ വലതു ഭാഗത്തേക്കുള്ള അരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ആ പാസ്വേഡ് ചോദിച്ചു. പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഇതുപോലെ ഓപ്പണായി വന്നു. ഇത് ഓപ്പണായി വരുമ്പോൾ കാണാൻ സാധിക്കും യുവർ ആക്ടിവിറ്റി എന്ന് കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഞാൻ ഉപയോഗിക്കുന്ന ആപ്പുകളൊക്കെ ഇവിടെ കാണാം. ഞാൻ ഏതോ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച് ഒഴിവാക്കിപ്പോയ ആപ്പുകൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ആപ്പും ഞാൻ ഉപയോഗിച്ചതാണ്, നേരത്തെ ഉപയോഗിച്ച് തീർന്ന ആപ്പാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡാറ്റകൾ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും അവസാനമായി ഇത് നമ്മൾ ഉപയോഗിച്ച സമയം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റകളും ഇത് കളക്ട് ആരോ മാർക്കിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഇത് ഡിസ്കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എന്തൊക്കെ ഡാറ്റയാണ് ഇവർ കളക്ട് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ക്ലിയർ പ്രിവ്യൂസ് ആക്ടിവിറ്റി എന്നുള്ള ഓപ്ഷൻ ഇവിടെ മുകളിൽ കാണാം. നമുക്കത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ക്ലിയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും മുകളിൽ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുറന്ന് താഴെ കാണുന്ന ഭാഗത്ത് ക്ലിയർ പ്രിവ്യൂസ് ആക്ടിവിറ്റി എന്നുള്ള ഓപ്ഷൻ കാണും. ഇവിടെ താഴെ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കാണാൻ നമ്മുടെ ക്ലിയർ ആക്ടിവിറ്റീസ്, നമ്മുടെ ആക്ടിവിറ്റി ഇതുവരെ നമ്മൾ കണ്ട ആക്ടിവിറ്റീസൊക്കെ ക്ലിയർ ചെയ്ത് കാണാം. നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഡിസ്കണക്ട് സ്പെസിഫിക് ആക്ടിവിറ്റി എന്നുണ്ട്. നമുക്ക് ഓരോന്നും പ്രത്യേകം ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് തൊട്ടടുത്ത് ക്ലിയർ പ്രിവ്യൂസ് ആക്ടിവിറ്റി എന്നുണ്ട്. നമുക്ക് മൊത്തത്തിൽ ഇതുവരെ ഉള്ളതെല്ലാം ക്ലിയർ ചെയ്ത് കളയാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നമ്മളത് നേരത്തെ ക്ലിയർ ചെയ്തു. ഇനി ഇവിടെ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. മാനേജ് ഫീച്ചർ ആക്ടിവിറ്റി എന്നുള്ള ഓപ്ഷൻ. ഇനി വരാനിരിക്കുന്ന, അതായത് ഇനി ഫേസ്ബുക്ക് ഇത്തരത്തിൽ നമ്മുടെ ആക്ടിവിറ്റികൾ ചോർത്തിക്കൊണ്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ കണക്റ്റ് ഫീച്ചർ ആക്ടിവിറ്റി, നമ്മളുടെ ആക്ടിവിറ്റീസ് എല്ലാം കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഭാഗമാണ് ഒന്നാമത്തത്. ഇവിടെയാണ് ഇത് ഉണ്ടാകുക. ഇത് നേരെ രണ്ടാമത്തെ സെറ്റിങ്സിൽ ഡിസ്കണക്റ്റ് ഫീച്ചർ ആക്ടിവിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ താഴെ കാണുന്ന ഭാഗത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലൊരു പോപ്പപ്പ് വരും. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഡിസ്കണക്റ്റ് ഫീച്ചർ ആക്ടിവിറ്റി എന്നുള്ളതും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ ഫേസ്ബുക്ക് നിങ്ങളുടെ ഒരു ഡാറ്റയും കളക്ട് ചെയ്യില്ല, നിങ്ങളുടെ ഡാറ്റയും ഫേസ്ബുക്ക് സൂക്ഷിക്കുകയുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ചെയ്തു വെക്കേണ്ട, അല്ലെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫേസ്ബുക്കിൽ ചെയ്തു വെക്കേണ്ട സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.